ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോണത് നല്ലൊരു വെക്കേഷനെ പറ്റിയാണ്. നമുക്ക് നല്ലൊരു വെക്കേഷൻ പ്ലാൻ ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന്, നമുക്ക് വരാവുന്ന എക്സ്പെൻസസ്. രണ്ട്, നമുക്ക് എന്നാണ് ട്രാവൽ ചെയ്യേണ്ടത് എന്നുള്ളത് ആ കറക്റ്റ് ഡേറ്റ്. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് വഴി നല്ലൊരു കോർപ്പസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ആദ്യത്തെ കാര്യം പറയട്ടെ. നമുക്ക് ആദ്യം വരുന്ന ഒരു എക്സ്പെൻസ് ഫോർ എക്സാമ്പിൾ 1,00,000 രൂപയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പൈസ നമുക്ക് മാറ്റി വെക്കാൻ പറ്റണം. ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്നാന്നുള്ളത്, ഒരു വർഷത്തിന് ശേഷമാണ് നിങ്ങൾക്ക് വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം 12 മാസം സമയമുണ്ട് ഈ 1,00,000 രൂപ അറേഞ്ച് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 8,000 റുപ്പീസ് എങ്കിലും വെച്ച് മന്ത്ലി മാറ്റി വെച്ചാലാണ് ഈ ഒരു ചെറിയൊരു എമൗണ്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നിങ്ങളുടെ വെക്കേഷൻ കറക്റ്റ് 1 ഇയറിൻ്റെ ഉള്ളിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു ഇക്വിറ്റി എക്സ്പോഷർ ചിലപ്പോൾ കൊടുക്കാൻ പറ്റണമെന്നില്ല. അവിടെ ഒരു സേഫ് ആയിട്ടുള്ള ഡെറ്റ് ഫണ്ട് ആയിരിക്കാം ഏറ്റവും ബെസ്റ്റ്. ഡെറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഫിക്സഡ് ഇൻകം തരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എക്സ്പോഷർ ഇല്ലാത്ത മ്യൂച്വൽ ഫണ്ടുകൾ. ഇത് മാർക്കറ്റിന്റെ അപ്പ് ആൻഡ് ഡൗൺ അനുസരിച്ച് അതിന്റെ വാല്യൂ കുറയത്തില്ല. ഡെറ്റ് ഫണ്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്കൊരു ഷോർട്ട് ഡ്യൂറേഷൻ ലൈക്ക് 1 ഇയർ ഉള്ളപ്പോൾ 8,000 റുപ്പീസ് എങ്കിലും മന്ത്ലി മാറ്റി വെക്കുക. ആഫ്റ്റർ എ പീരീഡ് ഓഫ് 1 ഇയർ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവും. ആ അക്കൗണ്ടിലെ എമൗണ്ട് വിഡ്രോ ചെയ്തിട്ട് നിങ്ങൾ ടൂർ പ്ലാൻ ചെയ്യുക. ഇനി സെക്കൻഡ് കണ്ടീഷൻ, നിങ്ങളുടെ ടൂർ എങ്ങാനും 1 ഇയറിനല്ല പോസിബിൾ എങ്കിൽ മേ ബി 11th മന്തോ അല്ലെങ്കിൽ 10th മന്തോ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് ടൂർ എടുക്കാൻ പറ്റില്ല, പക്ഷെ നമുക്കത് നെക്സ്റ്റ് ഇയറിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യണമെങ്കിൽ അതിന് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ റിസ്ക് എടുക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ നമ്മൾ ഡെറ്റ് ഫണ്ടിൽ ചെയ്തു, ശരിയല്ലേ? രണ്ടാമത്തെ വർഷത്തെ ഓരോ 8,000 റുപ്പീസ് മന്ത്ലി പോണത് ചിലപ്പോൾ നമുക്കൊരു SIP ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഇയർ ആണ് നമ്മൾ വെക്കേഷൻ എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും രണ്ടിൻ്റെയും നമുക്ക് എമൗണ്ട് വിഡ്രോ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ടൂർ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ആക്ച്വലി നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്യേണ്ടത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് ഇന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ പേര് ബാലചന്ദ്രൻ വിശ്വറാം, യുവർ വെൽത്ത് മാനേജർ.